ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്ലാസ് 1 മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. SCERT ഇറക്കിയ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പോൾ തന്നെ. ക്ലാസ് 1 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുഞ്ഞുണ്ണി ആൻഡ് കുഞ്ഞാറ്റ പെയിൻറ്റഡ് ദ പ്ലേ ഹൗസ് ആൻഡ് കളർ ചെയ്യാനാണ് ആ പ്ലേ ഹൗസ്. വളരെ സിമ്പിളാണ്. 1ാം ക്ലാസ് കുട്ടികൾക്ക് കളർ ചെയ്യാൻ എന്തായാലും ഉണ്ടാവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ലെറ്റ്സ് ഡ്രോ ആൻഡ് കൗണ്ട്. അവിടെ കുഞ്ഞാറ്റ ഒരു പെൻസിൽമേൽ ഷേപ്സ് വരച്ചിട്ടുണ്ട്. റെക്റ്റാങ്കിൾ, സർക്കിൾ കാണാം. അപ്പോൾ നിങ്ങൾ ബാക്കിയും കൂടി അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. റെക്റ്റാങ്കിൾ കഴിഞ്ഞാൽ പിന്നെ സർക്കിൾ വരും, സർക്കിൾ കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ. ആൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം നമ്പർ ഓഫ് ഷേപ്സ് ഓഫ് റെക്റ്റാങ്കിൾ എത്ര ഉണ്ടെന്ന് നിങ്ങൾ വരച്ചതിന് ശേഷം കൗണ്ട് ചെയ്തിട്ട് എഴുതണം. നെക്സ്റ്റ് പറയുന്നത് ടു ദ ഗാർഡൻ ആണ്. അപ്പോൾ കുഞ്ഞാറ്റയും ഫ്രണ്ട്സും കൂടി അവിടെ ഒരു പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ബിഗ് ഫ്ലവേഴ്സും ഉണ്ട്, സ്മോൾ ഫ്ലവേഴ്സും ഉണ്ട്. അപ്പോൾ മക്കളെല്ലാവരും എന്താക്കണം, എന്താണ് ബിഗ് എന്താണ് സ്മോൾ എന്ന് പഠിച്ചു വെക്കണം. ബിഗ് എന്ന് പറഞ്ഞാൽ വലുതാണെന്നും സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുതാണെന്നും പഠിച്ചു വെക്കണം. എങ്കിലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിൽ കളർ ചെയ്യണം. ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ബിഗ് ഫ്ലവേഴ്സൊക്കെ യെല്ലോ കളേഴ്സ് കൊടുക്കാനാണ്. ബിഗ് ഫ്ലവേഴ്സിനുമൊക്കെ യെല്ലോ കളർ കൊടുക്കണം. ആൻഡ് സ്മോൾ ഫ്ലവേഴ്സിനൊക്കെ റെഡ് കളർ കൊടുക്കണം. അപ്പോൾ ക്രയോൺസ് എല്ലാവരും കൊണ്ടുപോകണം. അപ്പോൾ കളർ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആദ്യത്തെ കാര്യം മനസ്സിലായല്ലോ. റെഡ് കളർ കൊടുക്കേണ്ടത് സ്മോളിനും യെല്ലോ കളർ കൊടുക്കേണ്ടത് ബിഗിനുമാണ്. അപ്പം അവിടെ താഴെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. നമ്പർ ഓഫ് ബിഗ് ഫ്ലവേഴ്സ് എത്ര ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതണം. ആൻഡ് സ്മോൾ ഫ്ലവർ എത്ര ഉണ്ടെന്നും എണ്ണി നോക്കി എഴുതണം. അപ്പോൾ കൗണ്ട് ചെയ്ത് എഴുതണമെങ്കിൽ കളർ നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം ബിഗ് ഫ്ലവർ ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബിഗ് ഫ്ലവേഴ്സിനൊക്കെ കളർ കൊടുത്താലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ബട്ടർഫ്ലൈസ് ഫ്ലറ്റഡ് എറൗണ്ട് കുഞ്ഞാറ്റ. അപ്പോൾ കുഞ്ഞാറ്റയുടെ അടുത്ത് കുറേ ബട്ടർഫ്ലൈസ് ഉണ്ടല്ലേ. അപ്പം ക്വസ്റ്റ്യൻ എന്താ, നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് കുഞ്ഞാറ്റ. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്, മുമ്പിൽ എത്ര എണ്ണം ഉണ്ടെന്ന്, എത്ര ബട്ടർഫ്ലൈ ഉണ്ടെന്നാണ്. അപ്പോൾ കൗണ്ട് ചെയ്തിട്ട് എണ്ണണം. 3 ആണല്ലേ. അപ്പോൾ ബോക്സിൽ 3 എഴുതി കൊടുക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് പ്ലേ വിത്ത് ബോൾസുമായിട്ട് പ്ലേ ചെയ്യാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറേ കുട്ടികളെ കാണാം അല്ലേ. കുട്ടികളുണ്ട്, ഒരു സൈഡിൽ ബോൾസും ഉണ്ട്. അപ്പോൾ ആദ്യം എത്ര കുട്ടികളാണ് ഉള്ളത്, 3 ആണല്ലേ. അപ്പോൾ 3 ബോൾസിലേക്ക് വരച്ചു കൊടുക്കാം. അവർക്ക് 3 ബോൾസ് വേണ്ടേ, അവർ 3 പേരില്ലേ. നെക്സ്റ്റ് എത്രയാണ്, 5 ആണല്ലേ. അപ്പോൾ 5 ബോൾസ് വരച്ചു കൊടുക്കുക. അങ്ങനെ താഴെ വരെ വരയ്ക്കണം. ഇത് വളരെ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ അറിയുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 to 5 വരെ ഉണ്ടല്ലേ. 1 to 5 ആണ് അധികം നമ്പേഴ്സ് വെച്ച് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലെറ്റ്സ് ഡ്രോ ഫ്ലവേഴ്സ് വരയ്ക്കാം. അതിൽ 4 ബാസ്ക്കറ്റ് തന്നിട്ടുണ്ട്. 4 ബാസ്ക്കറ്റിലും ഇവിടെ പറയുന്നത് 6 ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ബാസ്ക്കറ്റ് നോക്കിയാൽ കാണാം, അതിൽ 6 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലവേഴ്സിൻ്റെ ബാസ്ക്കറ്റ് എത്രയാണ്, 6 ആണല്ലേ. അതിന് താഴെ ഒരു വേറെ ക്വസ്റ്റ്യൻ കൂടി കാണാം അല്ലേ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ, അതിൽ നിന്ന് എത്ര ഫ്ലവേഴ്സ് എടുത്തു. പിന്നെ ആ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നോ, ഇല്ല. കാരണം ആദ്യം 6 ഉണ്ടായിരുന്നു, ഇപ്പോഴും എന്താണ് 6 തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ടേക്കൺ എത്രയാണ്, 0 ആണ്. അപ്പോൾ അവിടെ 0 കാണുന്നില്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ബാസ്ക്കറ്റ് 2 ആണ്. അപ്പോൾ ശരിക്കും എത്ര ഉണ്ടായിരുന്നു, 6 ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായി, 2 ഉള്ളൂ. അപ്പോൾ എത്ര അതിൽ നിന്ന് എടുത്തു മാറ്റി, 4 എടുത്തു മാറ്റി. അപ്പോൾ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ഡ്രോൺ എത്രയാണ്, 6 ആണല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ചെയ്യാം. ആദ്യം 6 ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്രയുണ്ട്, അതിൽ നിന്ന് ഇപ്പോൾ എത്ര എടുത്തു. അപ്പം അത് നോക്കിയിട്ട് ചെയ്യണേ. നെക്സ്റ്റ് പറയുന്നത് ലെറ്റ്സ് ഫൈൻഡ് ദ വേ. ഷോ ദ വേ ഫോർ ദ ലിറ്റിൽ ബട്ടർഫ്ലൈ ടു റീച്ച് ഹർ മദർ. ഗോ ത്രൂ ദ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അപ്പോൾ നമ്പേഴ്സ് നോക്കിയിട്ട് ലിറ്റിൽ ബട്ടർഫ്ലൈക്ക് മദർ ബട്ടർഫ്ലൈയുടെ അടുത്ത് എത്തണം അല്ലേ. അപ്പോൾ നമ്പേഴ്സ് നോക്കിയിട്ട് നിങ്ങളത് ചെയ്ത് നോക്കണം. അത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.